ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ഒരു ട്രാവൽ പൗച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിന് അധിക സാധനങ്ങളൊന്നും വേണ്ട. ഇതുപോലത്തെ 2 കവറ് ഒന്നായാലും മതി. എനിക്ക് പക്ഷേ കൂടുതൽ അറകളുള്ള ഒരെണ്ണം ഉണ്ടാക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ 2 എടുത്തത്. 2 എടുക്കുമ്പോൾ എനിക്ക് 5 അറകൾ കിട്ടും. അപ്പോൾ ആദ്യമേ ഇതിനെടുത്ത് ഇങ്ങനെ 2ആയിട്ടൊന്ന് മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മടക്കി വെക്കുന്നത് സിപ്പിന് താഴെ വരുന്ന ഭാഗത്തേക്ക് മടക്കി വെക്കണം. അതുപോലെ സിപ്പിന് താഴോട്ട് അത് മടക്കി വെക്കണം. അങ്ങനെ 2 കവറുകൾ നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഈ സിപ്പ് ലോക്ക് ബാഗ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതല്ല, ഇതെനിക്ക് ഓൺലൈനിൽ സാധനം വന്നപ്പോൾ കിട്ടിയതാണ്. ഞാൻ അത് കളയാതെടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു. പക്ഷേ നമുക്ക് ഈ ടൈപ്പ് കവറുകൾ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുന്നുണ്ട്. അധിക വിലയൊന്നും ഇല്ല. ഈ സൈസ് പൗച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നനഞ്ഞ സാധനങ്ങൾ വെച്ചാലും നമ്മുടെ തുണികളിലൊന്നും ഈർപ്പം പിടിക്കാതെ അങ്ങനെ തന്നെ ഇരുന്നോളും. അതായത് കുളിച്ചിട്ട് കവറിനകത്ത് വെക്കുന്ന സോപ്പും നമ്മൾ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചതിന് ശേഷം ടൂത്ത് ബ്രഷും ഒക്കെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുവന്നതെല്ലാം ഒന്ന് ടിഷ്യൂ പേപ്പറിനകത്ത് പൊതിഞ്ഞതിനകത്തോട്ട് വെക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളും. നമ്മുടെ തുണികളിലൊന്നും ഈർപ്പം പിടിക്കുകയില്ല. അപ്പോൾ അത് 2 ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഈ 2 ഒട്ടിച്ചത് 2 കൂടെ ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ചേർത്തൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് 5 ലെയർ കിട്ടും. കാരണം 5 അറയുള്ള ഒരു ബാഗിൻ്റെ പൗച്ച് കിട്ടും. ഇളകി പോകത്തൊന്നുമില്ല കേട്ടോ, നല്ലപോലെ ഇരിക്കും. ഈ 7000 എന്നുള്ള ഗ്ലൂവിനെ പറ്റി ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പീസ് തുണിയാണ്. ഈ കവറിൻ്റെ അളവ് വരുന്നത് 7.2ഉം 10.6ഉമാണ്. അപ്പോൾ അതിനേക്കാൾ 2 സൈഡിലും 1/2 ഇഞ്ച് വീതം വെച്ചിട്ട് ടോട്ടൽ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പിട്ട് എടുക്കണം. അപ്പോൾ 11.6 എന്ന് പറയുമ്പോൾ 11.6ഉം 7.2 എന്ന് പറയുമ്പോൾ 8.2 ഇട്ട് എടുക്കാം. അതുപോലെ അളന്ന് വെട്ടിയെടുക്കാം. അതുപോലെ 3 പീസ് തുണി ഞാനിവിടെ അളന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്കിത് പൗച്ചാവുമ്പോൾ കിട്ടുന്നത്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ആദ്യമേ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. 3 പീസും കൂടെ ഒരുമിച്ചൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ 3 പീസും കൂടെ ഞാൻ യോജിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഇതിന് നമുക്കൊരു കട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്യൂസിങ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൈപ്പ് കവറുകൾ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മേലും ഒന്ന് തച്ചിട്ട് ഒരു തുണിയും കൂടി ഇട്ട് അടിക്കണം. പക്ഷേ ഞാനിപ്പോൾ ഈ ഫ്യൂസിങ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിങ് മേലുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ വേറെ തുണി വെച്ചടിക്കുന്നില്ല. ഈ സൈസ് പേപ്പറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മേലൊരു തുണി കൂടെ വെച്ചടിക്കണം. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ടിരിക്കുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ മേലിൽ നിന്ന് അയൺ ചെയ്ത് പിടിപ്പിക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലൊരു ഫാബ്രിക്കും കൂടെ ഇട്ട് അടിക്കാം. പക്ഷേ ഞാനത് അടിച്ചിട്ടില്ല. അതിനുശേഷം അതിനെ ഇങ്ങനെ നല്ല വശം അകത്ത് വരുന്ന രീതിയിലൊന്ന് മടക്കി ഇട്ടതിന് ശേഷം കണ്ടോ, തിരിച്ച് ഇങ്ങനെയും മടക്കി നമ്മുടെ ആ പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മൾ ഒട്ടിച്ച് വെച്ച് നിൽക്കുന്നത് ഇവിടെ വെച്ച് കൊടുക്കുമ്പോൾ എന്നിട്ട് അതുപോലെ വെച്ചൊന്ന് അടിച്ചെടുത്താൽ മതി. 2 സൈഡും അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് കാണിക്കാം. അപ്പോൾ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം.
അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ടെടുക്കുമ്പോൾ നമ്മുടെ ബാഗിൻ്റെ ഏകദേശം ആവും. പിന്നെ അതിനെ ഒന്ന് അടപ്പിനൊരു വെൽക്രോയോ അല്ലെങ്കിൽ ഒരു പ്രസ് ബട്ടണോ വെച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു ബാഗിലൊക്കെ വെക്കുന്ന ഒരു ബട്ടനാണ് വെച്ച് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ബട്ടൺ പിടിപ്പിക്കാൻ പറ്റും. കണ്ടില്ലേ, ഒന്ന് അളവെടുത്തിട്ട് എവിടെയാണോ നമുക്ക് ബട്ടൺ ഫിറ്റ് ചെയ്യുന്ന സെൻറ്റർ ഭാഗത്തായിട്ട് ബട്ടൺ ഒന്ന് അളന്ന് അവിടോട്ട് ഒരു ചെറുതായിട്ടൊന്ന് കത്രിക വെച്ച് ചെറുതായിട്ടൊരു ഹോളിട്ട് കൊടുത്താൽ മതി. ഹോളിട്ട് കൊടുത്തതിന് ശേഷം അത് അകത്തേക്ക് ആക്കിയിട്ട് അതിനൊരു റൗണ്ട് ഇട്ട് ആ റൗണ്ടിനെ അതിനകത്ത് വെച്ച് പ്രസ് ചെയ്യുമ്പോൾ ബട്ടൺ അവിടെ സെറ്റായിരിക്കും. വലിയ പാടൊന്നുമില്ല, വളരെ എളുപ്പമാണ്, ഭയങ്കര വിലയൊന്നുമില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാനിതൊരു സെറ്റ് വാങ്ങിയത്. കണ്ടില്ലേ, നമ്മൾ ബട്ടണും പിടിപ്പിച്ച് കഴിഞ്ഞ് ഇനി നമുക്കൊരു ഷോ ബട്ടൺ വെച്ച് തന്നു ആ ബട്ടൻ്റെ ആ ഭാഗം ഒന്ന് മറച്ചു കൊടുക്കാം. വെറുതെ ഒരു ഷോ ബട്ടൺ എടുത്തിട്ട് അതിനകത്ത് ഞാൻ ആ ഗ്ലൂ തേച്ചിട്ടതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സിമ്പിളാണ്. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എന്തൊക്കെ നമുക്ക് സാധനങ്ങൾ വെക്കാമെന്ന് നോക്കാം. ഞാനിത് ട്രാവലിന് കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ഏകദേശം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളും. എല്ലാവരും തച്ച് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻസ് എല്ലാം അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.